പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതത്തിലാണ് ലോകം. വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയും തുറന്നാൽ എങ്ങും മടുപ്പിക്കുന്ന വാർത്തകളാണ്. ജീവിതത്തെ മൊത്തം പുറകോട്ട് വലിക്കുന്ന ഈ നെഗറ്റീവ് വാർത്തകൾക്കിടയിലാണ് വരദ് സാമന്തിനെ കുറിച്ച് അറിയുന്നത്. ഓരോ വരികൾ വായിക്കും തോറും ഒരു പുതിയ ഊർജം ലഭിക്കുന്നത് പോലെ. ജീവിതത്തെ പ്രതീക്ഷാ നിർഭരമാക്കുന്ന ചില വാർത്തകൾ. വരദ് സാമന്ത് ആരാണെന്നല്ലേ? നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരൻ. പക്ഷേ കഠിനാധ്വാനം കൊണ്ട് സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത 32കാരൻ. നമുക്ക് വരദിന്റെ ആ സാമ്രാജ്യത്തിലേക്ക് ഒന്ന് പോയി വരാം. തൊഴിലുകൊണ്ട് ഒരു കൃഷിക്കാരൻ. കൃഷിക്കാരൻ എന്ന ഒരു വാക്കുകൊണ്ട് മാത്രം വരദിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഗോവയിലെ യുവാക്കൾക്കിടയിലെ ഹീറോ ആണ് വരദ്. ഗോവൻ സർക്കാരിൻ്റെ കാർഷിക ബ്രാൻഡ് അംബാസിഡർ. വരദിൻ്റെ കൈകളിലേക്ക് മാസം എത്തുന്ന വരുമാനം കേട്ടാൽ നമ്മൾ ഞെട്ടും. വരുമാനം എന്നതിനപ്പുറം കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയ്ക്കുള്ള ചിന്തകളൊക്കെ മാറ്റിമറിച്ച ഒരാൾ എന്ന നിലയിലാണ് വരദിനെ ലോകം അടയാളപ്പെടുത്തുന്നത്. കൃഷി സുസ്ഥിരവും നല്ലൊരു വരുമാനവും തരുന്ന തൊഴിലാണെന്ന് വരദ് സാക്ഷ്യപ്പെടുത്തുന്നു. അതിനപ്പുറം അതൊരു പാഷനാണ്. സാങ്കേതിക പരിജ്ഞാനവും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ വേണ്ടി വരുന്ന ഒരു പ്രൊഫഷണൽ ജോലിയുടെ എല്ലാ സ്വഭാവവും ഒത്തിണങ്ങിയതാണ് കൃഷിയെന്ന് വരദ് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഒരുപാട് യുവാക്കളെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ. ഗോവയിലെ ധർബന്തോറയിൽ ഒരു കാർഷിക കുടുംബത്തിലാണ് വരദ് ജനിച്ചത്. 21-ാം വയസ്സ് വരെ വരദിൽ കൃഷി എന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. 2012-ൽ BCom പൂർത്തിയാക്കി. ആ സമയത്ത് കരിമ്പ് കൃഷിയായിരുന്നു കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഗോവ കൃഷിക്ക് അത്രത്തോളം അനുയോജ്യമല്ല എന്നുള്ളൊരു ധാരണ പൊതുവെ ആ നാട്ടുകാർക്കിടയിലുണ്ട്. അവിടെയാണ് വരദ് തൻ്റെ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. ചെറിയ തോതിൽ കൃഷിയിൽ താല്പര്യം വന്നതോടെ കർണാടകത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും യാത്ര ചെയ്ത് കൃഷി രീതികളെ പഠിച്ചു. ഗോവയിലേക്ക് മടങ്ങിയെത്തി. വെണ്ട കൃഷി ചെയ്തുകൊണ്ടാണ് വരദ് തൻ്റെ വരവറിയിച്ചത്. വിള വിജയകരമായി. അതിന് പിറകെ വെള്ളരി, ക്യാരറ്റ്, ക്യാബേജ് അടക്കമുള്ള പച്ചക്കറികളുടെ കൃഷിയിലേക്ക് കടന്നു. പിന്നീട് അങ്ങോട്ട് വരദിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃഷി വിജയിക്കാൻ ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു കൂട്ടം കർഷകരോ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. പണ്ടുകാലത്ത് യഥാസമയം എത്തുന്ന കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണും ചുറ്റുമുള്ള മനുഷ്യരും കൃഷിയുടെ സ്ഥിരത നിലനിർത്താൻ നമ്മളെ സഹായിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. കാലാവസ്ഥ മൊത്തം മാറി മറിഞ്ഞു. എപ്പോഴാണ് വേനലിൽ കരിയുന്നതെന്നോ മഹാപ്രളയത്തിൽ മുങ്ങുന്നതെന്നോ പറയാൻ കഴിയില്ല. അതുപോലെ കൃഷിക്കാരനെ ഒട്ടും വിലമതിക്കാത്ത ഒരു സമൂഹവും. അതിനാൽ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമായാൽ മാത്രമേ ഒരു കൃഷിക്കാരനെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കേണ്ടത് ഭരണകൂടങ്ങളാണ്. അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്തു നിന്നും കർഷകർക്ക് അനുകൂലമായുള്ള സഹായങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സപ്പോർട്ട് ലഭിക്കുമ്പോൾ കാർഷിക രംഗം മാറിമറിയും. വരദിന് അനുകൂലമായത് അവൻ്റെ കഠിനാധ്വാനത്തോടൊപ്പം ഇങ്ങനെ സർക്കാരുകളുടെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെയൊക്കെ പിന്തുണ കൂടിയാണ്. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയതിൻ്റെ ഫലമാണ് വരദിൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകം. അതോടൊപ്പം സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള രീതിയിൽ നൂതനാശയങ്ങളും ആധുനിക കൃഷിരീതികളും സംയോജിപ്പിച്ചതും വരദിൻ്റെ വിജയത്തിൻ്റെ മുഖ്യ ഘടകങ്ങളായി. കൃഷിയൊക്കെ വിളയിച്ചെടുത്താൽ മാത്രം ഒരു കർഷകൻ്റെ അധ്വാനം ഫലപ്രാപ്തിയിൽ എത്തണമെന്നില്ല. അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് തൻ്റെ ഉൽപ്പന്നം സൂക്ഷിക്കുകയും ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത്. മിക്ക കർഷകരും നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഇത്. അവിടെയാണ് ഗോവൻ സർക്കാർ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തിയത്. ഹോർട്ടിക്കൾച്ചർ വകുപ്പിൻ്റെ സംഭരണ സംവിധാനങ്ങളടക്കം യഥാസമയം ഉപയോഗപ്പെടുത്താൻ വരദിന് സാധിച്ചു. ഫലം, വരദിന് ലഭിച്ച എല്ലാ ചിലവുകളും കഴിച്ചുള്ള ലാഭവിഹിതം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. 2019 आणि 20 या फायनान्शियल इयराचे इन्कम आणि टर्नओव्हर त्याचो कोणाक खबर आसा? वरद सामंत म्हाजो बरो मित्र. हांव ताच्या फार्माचेर गेला. हांवें ताचें फार्म पळयलां. പരമ്പരാഗത അറിവുകളും യന്ത്രവൽക്കരണ സംവിധാനങ്ങളും കാര്യക്ഷമമായ കൃഷിരീതികളും സംയോജിപ്പിച്ച ഏകദേശം 10 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ പച്ചക്കറികൾ വിളയിക്കുന്നു. 50ഓളം പേർക്ക് വരദിലൂടെ തൊഴിൽ ലഭിക്കുന്നുണ്ട്. നിലവിൽ 70 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ക്യാബേജ്
20 ദിവസത്തിനുള്ളിൽ പാകമാകുന്ന ക്യാരറ്റ്, 60 ദിവസത്തിനുള്ളിൽ പാകമാകുന്ന തണ്ണിമത്തൻ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ലാഭം തണ്ണിമത്തൻ കൃഷിയാണ്. കിലോഗ്രാമിന് 30 രൂപ എന്ന നിരക്കിൽ തണ്ണിമത്തൻ വിറ്റാൽ വെറും 60 ദിവസത്തിനുള്ളിൽ 20 ടണ്ണിൽ നിന്ന് ഒരു കർഷകന് ഏകദേശം 6 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയും. വിജയത്തിന്റെ താക്കോൽ എന്താണെന്ന് ചോദിച്ചാൽ വരദിന്റെ ഉത്തരം ഇങ്ങനെയാണ്: മാറ്റത്തിനൊപ്പം ഒഴുകുക. സാങ്കേതിക വിദ്യകളും ആധുനിക രീതികളും എങ്ങനെ അദ്ദേഹം ഫലപ്രദമായി സംയോജിപ്പിച്ചു എന്നതിൻ്റെ ചെറിയ ഉദാഹരണമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. പുതിയ സാങ്കേതിക വിദ്യകളും രീതികളും ഉപയോഗിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ താൻ നിരന്തരം ശ്രമിക്കാറുണ്ടെന്ന് വരദ് പറയുന്നു. വിവിധ കൃഷിസ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. മറ്റ് കർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. അവരുടെ അറിവും അനുഭവവും ഉൾക്കൊള്ളും. തൻ്റെ വിജയരഹസ്യം വരദ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ഐടിയും കൃഷിയും സംയോജിപ്പിക്കുന്നത് വിദ്യാസമ്പന്നരായ യുവ കർഷകർക്ക് അനുഗ്രഹമാണെന്ന് വരദ് പറയുന്നു. ഓൺലൈൻ കാർഷിക പരിപാടികളിലൂടെയും ആപ്പുകളിലൂടെയും ഒരാൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഇനി അങ്ങോട്ട് കൃഷിയുടെ സാധ്യതകൾ വർദ്ധിക്കുകയുള്ളൂ എന്ന് വരദ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിതം മാറിമറിയുന്നത് ഒരൊറ്റ നിമിഷത്തിലാണ്. നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുന്ന ആ നിമിഷം. അതിലൂടെ പുതുജീവൻ ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റിലുമുള്ള ലോകവും രാജ്യം തന്നെയും ഒരു വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വരദ് സാമന്ത്.